ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വടകര ഫാമിലി വെഡിംഗ് സെന്റർ ലഹരി ഉപയോഗത്തിനെതിരായി റൺ സീറോ ഡ്രഗ്സ് ക്യാമ്പയിൻ നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി വടകര SI രഞ്ജിത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. അപ്പോൾ ആ ഒരു രാസലഹരിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വഴിതെറ്റുന്ന പുതുതലമുറയെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുന്നതിനായി നമ്മൾ ഓരോ പൗരന്മാരും ഈ ഒരു കർത്തവ്യത്തിന് നമ്മൾ ഒത്തുചേരേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ മാത്രം ചുമതലയല്ല, ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വടകരയിൽ പ്രമുഖമായിട്ടുള്ള വസ്ത്രമേഖല സ്ഥാപനമായിട്ടുള്ള വെഡ്ഡിംഗ് സെൻറ്റർ, ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ അതിന് അവരുടേതായ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു സീറോ ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നത് ഈ ഒരു മാനേജ്മെൻറ്റിനെയും ഇതിൽ പങ്കെടുക്കുന്ന വടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ സലാം, ചെയർമാൻ ഫാമിലി ഗ്രൂപ്പ് ഇമ്പിച്ചി അഹമ്മദ്, ജനറൽ മാനേജർ സൈബത്ത്, AGM അഷ്റഫ്, KY റമീസ് തുടങ്ങിയവർ പങ്കെടുത്തു. അവസരത്തിൽ ലഹരി എത്രത്തോളം വിപത്താണെന്ന് നാം മനസ്സിലാക്കുക. ലഹരി എന്നത് നമ്മുടെ കുടുംബവും നമ്മുടെ ഫാമിലിയും നമ്മുടെ ജീവിതമാണ് ലഹരി എന്ന ഇതിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. മറ്റ് സിന്തറ്റിക് ലഹരിയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നാടിനെ മുക്തമാക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. പലരും ഇതിൽ അകപ്പെട്ട് പല ചെറുപ്പക്കാരാണ് കൂടുതലായിട്ട് ഇതിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മളെ ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവിടുത്തെ യുവതലമുറയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ യുവാക്കളും യുവതികളുള്ള രാജ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ യുവാക്കളെ ഇതിൽ നിന്ന് മോചിതരാക്കേണ്ടതുണ്ട്, നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ ചിത്രം ഫാമിലി ഇവിടെ സംഘടിപ്പിച്ച ഫോർ സീറോ ഡ്രഗ്സിൻ്റെ പ്രത്യേകിച്ച് ഈ സമയത്ത് അത്യാവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ലഹരിമുക്ത കേരളം പടുത്തുയർത്തണമെന്ന്. ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അതിനായി മഹാത്മജി പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിൻ്റെ തുടക്കം അത് നിങ്ങളിൽ നിന്നാവട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും ആദ്യം ഞാനത് ഉപയോഗിക്കുക, തീരുമാനിക്കുക, എൻ്റെ മക്കളെ ഉപദേശിക്കുക, എൻ്റെ കുടുംബങ്ങളെ നോക്കുക. അതുകൊണ്ട് ഈ ഒരു